ബിന്ദു, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹം തോന്നിയിരിക്കുന്നത്? കാരണം ഒരു തവണ ശബരിമല കയറിയതിന് ബിന്ദു എന്തൊക്കെയാണ് അനുഭവിച്ചത്? ഇപ്പോൾ കേരളത്തിൽ തന്നെ നിൽക്കാൻ പറ്റാതെ ഡൽഹിയിലേക്ക് പോകേണ്ടി വന്ന ഒരാളാണല്ലോ. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഈ ജനാധിപത്യ റിപ്പബ്ലിക്കിൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഭരണഘടനയാണ്. ഈ ഭരണഘടന നമ്മൾ പൗരന്മാർക്ക് തുല്യത നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഇതൊന്നും തന്നെ ഈ വെറുതെ നമുക്ക് കിട്ടിയതല്ല. ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് നിരവധിയായിട്ടുള്ള സമര പോരാട്ടങ്ങളിലൂടെയാണ് നമ്മളിതൊക്കെ നേടിയെടുത്തത്. നമുക്ക് വഴി നടക്കാനുള്ള അവകാശം, മാറിമറിക്കാനുള്ള അവകാശം തുടങ്ങി സകലമാന അവകാശങ്ങളും. ഇന്ന് അയ്യങ്കാളി ദിനമാണ്. ഇന്ന് നമുക്കറിയാം, സ്കൂളിൽ പോകാനുള്ള അവകാശമടക്കം ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ നേടിയെടുത്തത് അവകാശ പോരാട്ടങ്ങളിലൂടെയാണ്. അങ്ങനെ സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള അവകാശം സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർക്ക് വീണ്ടും തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ വളരെ സുപ്രധാനമായ ഒരു വിധി പ്രസ്താവത്തിലൂടെ സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിക്കാൻ അനുവദിക്കണം എന്ന് പറയുന്ന ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഇവിടെ നമുക്കറിയാം, മഹാരാഷ്ട്രയിലെ ശനി ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ നിരവധിയായ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ സ്ത്രീ പ്രവേശനം നടന്നു കഴിഞ്ഞു. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ ഇവിടെ BJPയുടെ പ്രതിനിധി പറയുകയുണ്ടായി, ഇവിടെ സ്റ്റാലിൻ മതവിശ്വാസിയല്ല. പക്ഷെ നമ്മൾ കാണണം, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ക്ഷേത്രങ്ങളിലേക്ക് എല്ലാ മനുഷ്യരെയും പ്രവേശിക്കാനുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കുന്ന, അതിന് തടയുന്ന ആളുകൾക്ക് ശിക്ഷാ നടപടിയിലേക്ക് അടക്കം നയിക്കുന്ന നടപടികൾ എടുക്കുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയാണ് സ്റ്റാലിൻ. വളരെ ഏറ്റവും ജനാധിപത്യപരമായ കാര്യങ്ങൾ ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിലാണെന്ന് പറയേണ്ടി വരും. ഇവിടെ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇന്നിവിടെ ആഗോള അയ്യപ്പ സംഗമം സെപ്റ്റംബർ 20 നടത്താൻ പോകുമ്പോൾ ആരാണ് അവിടെ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇന്ന് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിലൂടെ സ്ത്രീകളെ അടക്കം പ്രവേശിപ്പിക്കാം. അവിടെ നടക്കുന്ന അനാചാരം, ഈ പറയുന്ന സ്ത്രീകൾ ഇത് ഇംപ്യൂർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ രാഷ്ട്രീയ, ഇവിടെ ഇപ്പം നമുക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ള എല്ലാ ആളുകളും, കോൺഗ്രസും BJPയും CPMും എല്ലാം തന്നെ ഈ ശബരിമല വിഷയത്തെ ഒരു രാഷ്ട്രീയ ആയുധമായി പ്രയോഗിച്ച ആളുകളാണെന്നുള്ളതാണ്. ഇവർ പരസ്പരം നിങ്ങൾ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട്, പ്രാധാന്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനിവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും മെമ്പറല്ലാത്ത ഒരു സാധാരണ ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ അധികാരത്തിൽ കയറ്റുന്ന മാറി വന്ന ആരായിക്കോട്ടെ, ഈ ആളുകളൊക്കെ തന്നെ ഭരിച്ച് പുറത്തിറങ്ങി പോകുമ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ അവശേഷിക്കുകയാണ്. ഞങ്ങളുടെ സ്ത്രീകളുടെ തുല്യത മാനിക്കപ്പെടുന്നില്ല, അത് നടപ്പാക്കുന്നില്ല. ഭരണഘടനയും സർക്കാർ ഒരു ഘട്ടത്തിൽ അത് നടപ്പാക്കാൻ ആലോചിച്ചു. ബിന്ദു അമ്മിണിക്കും ക്ഷേത്രത്തിലേക്ക് പോകാൻ അവസരമുണ്ടായി. അതിനുശേഷം ഇവിടെ നടന്ന സംഭവവികാസങ്ങൾ, അനുഭവം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ബിന്ദു അമ്മിണിയാണ്. അങ്ങനെ ബിന്ദു അമ്മിണി കേരളം വിടുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അതുകൂടി കൃത്യമായി അറിയിച്ചിട്ടുകൊണ്ടാണല്ലോ പോയത്. ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന കത്ത് ബിന്ദു അമ്മിണി അയക്കുന്നത് സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് പുറത്തു വരട്ടെ എന്ന ഉദ്ദേശത്തിൽ കൂടിയാണോ? തീർച്ചയായും സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടണമെന്നുള്ളത് കൂടെ. ഞങ്ങൾ സ്ത്രീകളെ പ്രവേശിപ്പിക്കാനുള്ള ഒരു ഉത്തരവ് പരമോന്നത കോടതി പുറപ്പെടുവിച്ച് അത് നിലനിൽക്കുന്ന, അതിന് സ്റ്റേ ഇല്ല, ആ വിധിക്ക് സ്റ്റേ ഇല്ല. ഒരു രാജ്യമാണ്, ഈ രാജ്യത്ത് ഈ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല. അവിടെ എനിക്കിതുവരെ ഒരു മറുപടി കിട്ടിയിട്ടില്ല. ഞാൻ മുഖ്യമന്ത്രിക്ക് മെയിൽ ചെയ്തിരുന്നു, എനിക്കൊരു മറുപടി കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ അവകാശങ്ങൾ ധ്വംസിച്ചുകൊണ്ട് ഇവിടെ പരസ്പരം ഈ വന്നിരിക്കുന്ന എല്ലാ പാർട്ടികളും അവരതിനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇവിടെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സർക്കാരല്ല, ദേവസ്വം ബോർഡാണെന്നാണ് ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട, പാർട്ടിയുമായി CPM ഒക്കെയായി ബന്ധപ്പെട്ട ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഒരു വാർത്ത നമുക്ക് കേൾക്കുന്നത്, അവരുടെ മറുപടി നമ്മൾ കേൾക്കുന്നത്. ഇതെന്താണ്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്.
ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ആർട്ടിക്കിൾ 12 അണ്ടറിൽ വരുന്നതാണ്. ഇതിൻ്റെ സർക്കാരിൻ്റെ ഭാഗമാണ്, സർക്കാർ ഫണ്ട് ചെയ്യുന്ന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബോഡിയാണ്. അതിനെയാണ് നമ്മളല്ല, ഗവൺമെൻറ് അല്ല, ഇത് ദേവസ്വം ബോർഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വഴിതിരിച്ചു വിടുകയാണ്. എല്ലാ ആളുകളും ചർച്ചകളെ വഴിതിരിച്ചു വിടുകയാണ്. ഇവിടെ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർ, നമ്മളെപ്പോലുള്ള ദളിതർ, നമ്മളെപ്പോലുള്ള സ്ത്രീകൾ, ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ, പിന്നോക്ക ആളുകൾ, മൈനോറിറ്റി, നമുക്കും അവകാശങ്ങളുണ്ട്. ഞങ്ങളുടെ അവകാശങ്ങളും മാനിക്കപ്പെടേണ്ടതാണ്, ഞങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ BJPയുടെ പ്രശ്നം എന്താ? ഇവിടെ BJPയുടെ പ്രശ്നം തന്ത്രിയോട് ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇരുന്നിട്ടാണ് പറയുന്നത്, ഇവിടുത്തെ നിയമങ്ങളെ ഞങ്ങൾ അനുസരിക്കില്ല, ഇവിടുത്തെ ഭരണഘടനയെ ഞങ്ങൾ അനുസരിക്കില്ല, ഞങ്ങളുടേതായിട്ടുള്ള സിസ്റ്റത്തിനോട് കൺസൾട്ട് ചെയ്ത് ഞങ്ങളാണിത് നടപ്പാക്കേണ്ടതെന്ന് പറയുകയാണ്. ഇത് കേൾക്കാൻ വിധിക്കപ്പെട്ടവരായിട്ട് നമ്മൾ മാറുകയാണ്. ഇന്ത്യയിലെ നിയമങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല. സുപ്രീം കോടതി വിധി വന്ന സമയത്ത് ഈ തെരുവുകളിൽ മുഴുവൻ ഈ പറയുന്ന സമാധാനത്തിൻ്റെ സന്ദേശം മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള ശരണം വിളികൾ കൊലവിളികളായിരുന്നു. ഞങ്ങളുടെ തല തേങ്ങ എറിഞ്ഞു ഉടയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൊലവിളികളായിട്ടാണ് മാറിയത്. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് തന്നെ മറ്റു പാർട്ടികൾ മാറുന്നു എന്നുള്ളത് ദുഃഖകരമാണ്. നമ്മൾ CPM പോലെയുള്ള ഇടതു പാർട്ടികൾ ഇവിടുത്തെ ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുകയും നമുക്ക് സംരക്ഷണം തരികയും ചെയ്യുന്ന തുല്യതയും സമത്വവും അതുപോലെ തന്നെ സെക്കുലറിസവും ഒക്കെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇത്തരത്തിലേക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് മാറുക എന്ന് പറയുന്നത് ഒരു വളരെ തെറ്റായ ഒരു നയ വ്യതിയാനമാണ്. അതുപോലെ തന്നെ ഞങ്ങളെപ്പോലുള്ള ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ആഗോള ലോകത്തുള്ള മുഴുവൻ അയ്യപ്പൻ ഭക്തന്മാരെയും വെച്ചുകൊണ്ട് അവിടെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള സ്ത്രീകളെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നു? ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരൊക്കെയാണ്? ഇവിടുത്തെ യഥസ്ഥിതരെ ആയിട്ടുള്ള ആളുകൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇത് വളരെ ഒരു ഇരട്ടത്താപ്പാണ്. ഇത് തുറന്ന് കാണിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ജനാധിപത്യ മൂല്യങ്ങളിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളുമാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. Debate with Smriti Parithikar.